മലയാളത്തിലെ മോസ്റ്റ് അവൈറ്റിംഗ് മൂവിയായി ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുള്ളൂ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ ക്വാളിറ്റി കൊണ്ടും താരനിര കൊണ്ടും ഞെട്ടിക്കുന്ന സിനിമയിലാണ് എല്ലാവരുടെ പ്രതീക്ഷയും. സിനിമയുടെ കാസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും ലഭ്യമല്ലെങ്കിലും നിരവധി വിദേശ അഭിനേതാക്കൾ സിനിമയുടെ ഭാഗമെന്നാകുമെന്നാണ് സൂചന. ഇപ്പോൾ സിനിമയുമായി ചേർത്ത് ഹോളിവുഡ് സിനിമയുടെ ശ്രദ്ധേയനായ റിക് യൂണിന്റെ പേരും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. റിക്കിന്റെ വിക്കിമീഡിയ പേജിൽ കാണുന്ന സിനിമ ലിസ്റ്റിൽ എമ്പുരാന്റെ പേരും ചേർത്തതായിരുന്നു കാണാം. ഇത് സമൂഹ മാധ്യമങ്ങളോടെ പ്രചരിക്കുകയും ചെയ്യുന്നു. ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു തിയറി പ്രചരിക്കുന്നുണ്ട്. എമ്പുരാൻ റിലീസ് തീയതി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആ കഥാപാത്രത്തെ കാണിച്ചിരുന്നു. ഇതാരായിരിക്കും എന്നൊരു വലിയ ചർച്ചയുണ്ടായി. റിക് യൂൺ സിനിമയുടെ ഭാഗമാകുന്ന അഭ്യൂഹങ്ങൾ പിന്നാലെ തീ തുപ്പുന്ന ചുവന്ന ഡ്രാഗൺ ചിത്രം പതിപ്പിച്ച വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കഥാപാത്രം റിക്കായിരിക്കും അവതരിപ്പിക്കുക എന്ന തരത്തിൽ തിയറി പ്രചരിക്കുന്നത്. ലോകപ്രശസ്തനായ ക്രിമിനൽ ഗ്യാങ്ങായ യാക്കുസ ഗ്യാങ് ആയിരിക്കും അബ്രഹാം ഖുറൈഷിയുടെ എതിരാളിയായി എത്തുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നുണ്ട്. തീ തുപ്പുന്ന ചുവന്ന ഡ്രാഗൺ യാക്കുവ ഗ്യാങ്ങിന്റെ ഉയർന്ന തലത്തിലുള്ള ധരിക്കുന്ന ചിഹ്നമാണ്. ഈ ഗ്യാങ്ങിന്റെ തലവനായിരിക്കും റിക്ക് എത്തുക എന്നും തിയറികളുണ്ട്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഹോളിവുഡ് നടനാണ് റിക് യൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിരഞ്ജ അസാനേൻ, ഒളിമ്പിയൻ ഹാർട്സ്, പോളോർ തുടങ്ങിയ നിരവധി സിനിമകളിൽ റിക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററിൽ എത്തുന്നത്. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലും ആണ് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറൈഷിയുടെ പഴയ ജീവിതം പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്ന് വാർത്തകളുണ്ട്. ലൂസിഫറിൽ കേരള മുഖ്യമന്ത്രിയായി എത്തുന്ന ടൊവിനോ ജെറിൻഡാസ് എമ്പുരാനിലും എത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.